ഇത് തേച്ച് പൊളിച്ച് അപ്പം ഉറങ്ങും. ബാത്റൂമിൽ കാണുന്ന ഉറങ്ങി പോവും. വേഗം ടവലൊക്കെ ബെഡി വന്ന് തോർത്തുക. അതല്ല, കുളിച്ചോണ്ടിരിക്കുമ്പോ ഇങ്ങനെ 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 ഒരാള് ടവല് കൊണ്ട്. Hi guys, good morning and welcome to a new vlog. Welcome from Dubai. And ദുബായിൽ വരുന്ന മെയിൻ ഉദ്ദേശം, ആക്ച്വലി 2 ഉദ്ദേശമേ ഉള്ളൂ മെയിനായിട്ട് ആൾക്കാർക്ക് ദുബായിൽ. ഒന്ന് ഷോപ്പിംഗ്, ഒന്ന് നല്ല ഭക്ഷണം, പിന്നെ കുറച്ച് എന്റർടൈൻമെന്റ്. ഇത് 3 ആയിരിക്കുമല്ലോ ഇവിടുത്തെ മെയിൻ ഉദ്ദേശം. പക്ഷെ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഷോപ്പിംഗ്, ഫുഡ് ആൻഡ് സ്പെൻഡ് സം ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി ആണ്. സോ ഇന്ന് നമ്മൾ പോകുന്നത് വളരെ എനിക്കൊന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സംഭവമായിരിക്കും. മിക്കവർക്കും അറിയായിരിക്കും ദുബായ് ആക്ച്വലി ഇത്രയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രാജ്യമാണെങ്കിലും ഒരുപാട് ഫേക്ക് പ്രോഡക്ട്സ് കിട്ടുന്ന ഒരു രാജ്യമാണ്. അത് എസ്പെഷ്യലി കോസ്മെറ്റിക്സിലും ബ്രാൻഡഡ് സാധനങ്ങളിലും പെർഫ്യൂംസിലൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ ചെയ്ത ഒരു റിസർച്ചിലും ഞാൻ എന്നോട് സജസ്റ്റ് ചെയ്ത സ്ഥലങ്ങളിൽ വെച്ച് ഉള്ള 2 ജെന്യൂൻ ആയിട്ട്, പക്ഷേ ഭയങ്കര ചീപ്പ് റേറ്റ് ഒന്നും അല്ല കേട്ടോ, ഭയങ്കര ചീപ്പ് റേറ്റില്ല, പക്ഷേ ഏറ്റവും നല്ലൊരു റേറ്റ് കിട്ടുന്ന 2 സ്ഥലങ്ങളിലായിരിക്കും പോകുന്നത്. മെയിൻ കാരണം പ്രിയയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ആൻഡ് ഷോപ്പിംഗ് ആയതുകൊണ്ട് ഒരാൾ ഫുൾ സെറ്റ് ആയിരിക്കും. എവിടെ? ഹലോ, റെഡിയാണല്ലോ? റെഡി സാർ. ഷൂസ് നടക്കാൻ കുറേ ഉണ്ടെന്നായിരിക്കും വിചാരം, പക്ഷെ നടക്കാൻ അധികം ഇല്ല. ദുബായ് മോളിൽ വലിയ മറ്റേ ദുബായ്ക്കാരിനെ പോലെ ഷൂസ് മറ്റേ ഹാർഡ് ലെതർ ഷൂസൊക്കെ ഇട്ട് നടന്നതാ. അതോടെ മതിയേ, നമുക്ക് പറ്റിയ സ്നീക്കേഴ്സാണ്. പോവാം, ഏറ്റവും ബെസ്റ്റ് സ്നീക്കേഴ്സ് തന്നെയാ. പോവാലോ. ഏതു മോൻ്റെ സ്റ്റൈൽ നോക്കട്ടെ. അപ്പ ചൈനയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ഡ്രസ്സ്. ഓക്കെ, നല്ല സ്വെറ്റ് ഷർട്ട്. വേദന കാണിക്കട്ടെ. നല്ല കിഡ്ലൻ സ്വെറ്റ് ഷർട്ട്, ഒരു പാരഷൂട്ട് പാൻസും, ഒരു അഡിഡാസ് ഷൂസും. അതെ, കണ്ട, ഇതൊക്കെ ചൈനയിലേ കിട്ടുള്ളൂ തോന്നുന്നു. ഇത്രയും അടിപൊളി ക്വാളിറ്റി ഈ ഒരു കിടില റേറ്റിലൊക്കെ. അത് ഫാഷനാ അല്ലേ വേദു? അമ്മയ്ക്കൊന്നും അറിയില്ല. UKG ഇപ്പൊ ഫസ്റ്റിലേക്ക് ആവും. ഇനി ഫുൾ ഫാഷനാ. ബ്രേക്കും വളരും തോറും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വേദിന്റെ ബേബി എന്ന് വിളിക്കുന്ന അമ്മ വേദു. ഗൈസ്, അപ്പോൾ നമ്മൾ കോസ്മെറ്റിക്സ് ഷോപ്പിംഗ് വേണ്ടി വന്നിരിക്കുന്നത് അൽ ഗുഹേർ മോളിലാണ്. ഇവിടെ തന്നെ സാത്തർ WC, അത് മറ്റേ ദോഹയിലുള്ളത് തന്നെയാണെന്ന് തോന്നുന്നു, സൂക്ക് വാക്കിഫിൽ. നല്ല മോൾ കേട്ടോ. ഇത് പഴയ മോളാന്നാണ് കേട്ടത്. ഇത് അറൗണ്ട് 87 കണ്ട് പണിതാണ്, 1987. പക്ഷെ സ്റ്റിൽ ലുക്സ് നൈസ്. കുറേ ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം എന്തെങ്കിലും കഴിച്ചിട്ട് ഷോപ്പിങ്ങിലേക്ക് പോകാം. കാരണം നമ്മുടെ കോസ്മെറ്റിക് ഷോപ്പിംഗ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഇന്ന് ഫുൾ ഡേ അത് തന്നെ പോകും. പറഞ്ഞില്ലേ, ഭയങ്കര കിടിലൻ കോസ്മെറ്റിക് ഷോപ്പ് ഉണ്ടെന്ന്. ദേ ബാക്കിൽ കണ്ട, എല്ലാം കിട്ടും. ഫേസിന്റെ മാസ്ക്, ക്രീംസ് എല്ലാം. കയറി ആർമാതയ്ക്ക് പോ. ഇതാണ് പെട്ടിക്കടയാ. പോയി നോക്ക്, എല്ലാം കാണും. അങ്ങനെ എന്തിനാ വിചാരിക്കുന്നത്? അല്ല, എനിക്കൊന്നും ഇപ്പം അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. കമ്പാരിറ്റീവ്ലി ഭയങ്കര ചെറുതല്ല ഒരു ദുബായ് സ്റ്റാൻഡേർഡിൽ വെച്ച് നോക്കുമ്പോൾ. ഈ കാണുന്ന ഫുഡ് കോർട്ടാണ്. എനിക്ക് വെൻഡീസ് അല്ലെങ്കിൽ ഹാർഡീസ് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വെൻഡീസ് അല്ല, ഹാർഡീസ് ആക്ച്വലി. ഇവിടെ ഹാർഡീസ് ഉണ്ടെങ്കിൽ അത് കഴിക്കണം. ബ്രേക്കും വേദനും എനിക്കൊന്ന് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുന്നതായിരിക്കും. ഇവിടെ എനിക്കൊന്ന് ഇന്ത്യൻ ഫുഡ് കാണുമെന്ന് തോന്നുന്നു. സോ ആക്ച്വലി സ്ഥലം ഇതാണ്. കെമിസ്റ്റ് വെയർ ഹൗസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ചെയിൻ ആണ്. ദേ ആർ വെരി പോപ്പുലർ ഇൻ ഓസ്ട്രേലിയ. ഇവിടെ വന്നതിൽ ഞാൻ കുറേ പേര് എക്സൈറ്റഡ് ആയിട്ട് കണ്ടു. അതുമാത്രമല്ല, ആൾക്കാർ ചോദിക്കുന്നത് എന്താണ് ഈ മോളിൽ വന്നത്, അതെനിക്കും അറിയില്ല. പക്ഷേ ലെറ്റ്സ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഹൗ ഗുഡ് ദ പ്ലേസ് ഇസ്. കെമിസ്റ്റ് വെയർ ഹൗസ്. മോഹൻലാലാ കാണണ്ടേ? അതിനൊരാൾ വരുന്നുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റും പിടിച്ചോണ്ട്. ഞങ്ങളും ഇങ്ങോട്ടാ കാണാൻ. എംപുരാൻ. അതാ സിനിമ. ഇതേ എംപുരാന്റെ പോസ്റ്ററൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. മതിയാ, ചെറിയ കടയാന്ന് ഇനി മേലെ പറയരുത് കേട്ടല്ലോ. 100% ഒത്തന്റിക്. ഞാൻ പറയില്ല, ഒരു കാര്യത്തിലും പേടിക്കേണ്ട. 100% ഒത്തന്റിക് ആണ്. ഇവര് ചൈനയിലും ഉണ്ടെന്ന്. ഓസ്ട്രേലിയ, ചൈന, അയർലൻഡ്, UAE. കെമിസ്റ്റ് എന്നാണോ പേര്? കെമിസ്റ്റ് വെയർ ഹൗസ്, ഓൾവേസ് ഓൺ സെയിൽ.
365 days. 365 days. And you told no, if you don't use that proper cosmetic products, ഈ ഫാർമസ്യൂട്ടിക്കൽ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതെന്ന് അത് ഉപയോഗിച്ചിട്ടേ കാര്യമുള്ളൂ. അതിപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് തപ്പാം എന്തൊക്കെയുണ്ടെന്ന്. ഞാനിത് യൂസ് ചെയ്യാറുള്ളതാ. ഇത് പക്ഷെ മറ്റേ കോസ്മെറ്റിക് അല്ലല്ലോ. അല്ല, ഇത് നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ മൈസെല്ലാർ ക്ലെൻസിംഗ്. ഇതിന് പക്ഷെ ഓഫർ ഇല്ലാന്ന് തോന്നുന്നു. ഇതിന് എത്രയാണെന്നറിയോ? ഏകദേശം 650 റുപ്പീസ്. ലാഭമല്ലേ? എനിക്കറിയില്ല, ഞാൻ ഉപയോഗിക്കാറില്ലല്ലോ. അത്രയും അതിനേക്കാളും ഉണ്ട്. പിന്നെ ഇനിയിപ്പോ എല്ലാം നാട്ടിലെ വില കൂടുതലാന്ന് പറയും കേട്ടാ. നാട്ടില് വില കൂടുതലാണ്. ഇപ്പൊ ആമസോണിൽ നോക്കാലോ. ആമസോണിൽ നോക്കണ്ടല്ലോ, ഗൂഗിൾ ചെയ്താ പോലെ. ഇത് ഞാൻ തപ്പി നടക്കുക. ലാ റോഷെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. അത് ഐ തിങ്ക് ഇറ്റ് ഇസ് എൻ ഇറ്റാലിയൻ ബ്രാൻഡ്. ഫ്രഞ്ച് പോലെയുണ്ട്. ഇറ്റലിയോ ഫ്രഞ്ചോ, എന്തായാലും ഇന്ത്യൻ അല്ല. അതിന്റെ സൺസ്ക്രീൻ ഭയങ്കര നല്ലതാണ്. അത് ഞാൻ നെറ്റ് കണക്ട് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി വായിച്ചു. അതിന് 292 ഉള്ളു നാട്ടില്. പിന്നെ 292 ചിലപ്പോ ml കുറവായിരിക്കും. 400 ml. ഇതെത്ര? 400. ആണോ? എന്നാ പിന്നെ നാട്ടിൽ നിന്ന് വാങ്ങാം. എന്തായി? അത് തന്നെയാണ് ക്രീമും ജെല്ലിന്റെ വ്യത്യാസമുള്ളൂ. ഇതൊക്കെ ഞാനേ അതിന്റെ ഓൾമോസ്റ്റ് വെരി ഹൈ പ്രൊട്ടക്ഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് സെയിം ആ. ഇതാ എനിക്ക് വേണ്ടത്. വ്യത്യാസം ഇത് ഫ്ലൂയിഡ്, ഇത് ക്രീമാന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ, ജെൽ ക്രീമാന്നേ ഉള്ളൂ. ഇത് നാട്ടിലായിരിക്കും വില കുറവ്. തപ്പി നോക്കുന്നത് നാട്ടിലെ ബ്രാൻഡ് അല്ല. അതല്ല, എന്നാലും നാട്ടിൽ കിട്ടുമായിരിക്കും. ഞാൻ ഇത് നാട്ടിലെ സഫോറയിൽ ഓബ്വിയസ്ലി ഇല്ല, നെറ്റിലൊക്കെ നയിക്കേ നോക്കി ഒന്നും ഇത് കണ്ടില്ല. നോക്കട്ടെ, തപ്പി പിടിച്ചതോ. ഞാൻ യൂസ് ചെയ്യുന്ന ഇസ്റ്റിൻ. ഇതിന്റെ റേറ്റ് കറക്റ്റ് അറിയാലോ, സത്യം പറ, എവിടെയാ കുറവ്? ഇത് എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് ഫോട്ടോ പ്രൊട്ടക്ടർ. പക്ഷെ ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതല്ല, ഡോക്ടറിന്റെ അവിടെ മാത്രമേ കിട്ടുള്ളൂ. മനസ്സിലായി. ഇതിന് എത്രയാണ് നാട്ടില് വാങ്ങുന്നത്? റേറ്റ് പറ. ഇവിടെ എത്രയാ? അതല്ല, റേറ്റ് പറ നാട്ടില് ഏകദേശം ഈ ഒരു സൺസ്ക്രീനിന്. നോക്കണം, എനിക്ക് ഓർമ്മയില്ല. അപ്രോക്സിമേറ്റ് ഒരു 25 വരുമായിരിക്കും, 35 വരുമായിരിക്കും. അത് വെറുതെ കൂട്ടി പറയട്ടെ പ്രിയ, അറിഞ്ഞുകൊണ്ട്. 253 between 809 rupees അല്ലേ? What nonsense അല്ലേ? 2500 ആണ് എന്തായാലും, അതിന് താഴെ ഞാൻ പോവില്ല. ഉറപ്പാണല്ലോ. എത്രയാ ഇതിവിടെ? ഒരെണ്ണത്തിന് 2300. പക്ഷെ ഒരെണ്ണം വാങ്ങി ഒരെണ്ണം ഫ്രീയാ. അയ്യോ, ആർക്കെടുക്ക? ഞാൻ ഉപയോഗിക്കാറില്ല ഇത്. ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയാ. അയ്യോ, ഭയങ്കര ലാഭം. പിന്നെ ഫ്ലൈറ്റിക്ക് വന്നത് ഒരെണ്ണത്തിന് 2500 രൂപ ഞാൻ കൊടുക്കണം. രണ്ടെണ്ണത്തിനും കൂടെ 2400 രൂപ. അതൊന്നും കുറഞ്ഞ്. അപ്പൊ ലാഭമില്ലേ? ഒറിജിനൽ ആയിരിക്കുമല്ലോ. 100% ഈ കടയിൽ ഗ്യാരണ്ടീഡ് ആണ്. ഞാൻ പറയാം, ഇവിടെ 100% നിങ്ങൾക്ക് വരാം കേട്ടോ. എനിക്ക് ഭയങ്കര ചീപ്പായിട്ടൊന്നും ഞാൻ തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടെ ചില സാധനത്തിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട്. പക്ഷേ ഇഫ് യു ഇൻടു ദീസ് കോസ്മെറ്റിക് ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ്, നിങ്ങൾ ഇങ്ങനത്തെ ബ്രാൻഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നോളൂ. ഭയങ്കര ആലിയ ഭട്ട് യൂസ് ചെയ്യാം. ഭയങ്കര നല്ല ചില സാധനങ്ങൾക്ക് ഇതുപോലെ ഓഫേഴ്സും ഉണ്ട്. ആ സമയത്ത് 100% ജെന്യുവൻ പ്രോഡക്ട്സ് ആണ്. നിങ്ങളൊന്ന് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി കെമിസ്റ്റ് വെയർ ഹൗസിനെ കുറിച്ച്. ഭയങ്കര നല്ല റിവ്യൂസാണ് ഓവറോൾ. ലിപ് ബാം വിത്ത് സൺസ്ക്രീൻ ആണോ അതോ സൺസ്ക്രീൻ ലിപ് ബാം ആണോ? അതെനിക്കറിയില്ല. സൺസ്ക്രീനിന്റെ ലിപ് ബാം എന്ന് തോന്നുന്നു. ഓ, കൊള്ളാലോ. സാധാരണ ലിപ് ബാമിനൊക്കെ സൺസ്ക്രീൻ ഉള്ള പ്രൊട്ടക്ഷൻ ഉള്ള ഇറങ്ങുന്നുണ്ട്. ഇത് അതായത് ലിപ് ബാമിന്റെ സൺസ്ക്രീൻ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. ഇതിനൊക്കെ നല്ല ബ്രാൻഡാ കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ ധൈര്യത്തോടെ എടുക്കാം. ഇറ്റലി ബ്രാൻഡാ. ഇറ്റലിയോ പാരീസ്? യൂറോപ്യൻ ആയിരിക്കും. ഇറ്റലിയാന്ന് തോന്നുന്നു. ഈ സാധനം നാട്ടില് എന്റെ കയ്യിൽ എത്ര സൺസ്ക്രീൻ ഉണ്ടെന്ന് ആരുടെ? എന്റെ ഒറ്റ ഒരെണ്ണം. ആ ജപ്പാനിൽ പോയപ്പോ തൊട്ട് ബയോ എയർ ഉപയോഗിക്കുന്നത്. ഡോക്ടർ പറഞ്ഞ എന്താ അറിയോ, സൺസ്ക്രീന് നമ്മുടെ സ്കിന്നിന് ഏത് സൺസ്ക്രീൻ ആണെങ്കിലും 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റണം. അതായത് 3 മാസം വരെ അതിന്റെ എഫക്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യത്തില്ല. അതൊക്കെ വെറുതെ പറയാ, പൈസ തട്ടാൻ. ഞാൻ ഒരു ഡോക്ടറിനെ എനിക്ക് വിശ്വാസമില്ല. ഞാനും ഇവരെ എപ്പോഴും അടിയാട്ടെ. ഞാൻ പറയും പ്രിയയുടെ ഡോക്ടർ പ്രിയയുടെ ഇത് പൈസ തട്ടിക്കാനുള്ള പരിപാടിയാണ്. പക്ഷെ നല്ല ഡോക്ടറാണ്. ഡോക്ടർ എന്റെ പൈസ തട്ടിച്ചിട്ട് വീട് കെട്ടാം. വീട് കെട്ടി കാറും വാങ്ങി. പ്രിയ ഇടയ്ക്ക് ഒന്ന് പറയും പുതിയ കാറ് വാങ്ങി. ഞാൻ പറയാം എങ്ങനെ വാങ്ങാതിരിക്കും, ഇങ്ങനെയല്ല ട്രീറ്റ്മെന്റ്. അപ്പൊ ഏത് പ്രോഡക്റ്റ് ആയാലും നമ്മുടെ സ്കിന്നിൽ അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അതിന് കൂടുതൽ എഫക്ട് ഉണ്ടാവില്ല. വെറുതെ നോക്ക്, എന്റെ സ്കിൻ നോക്ക്. ഞാൻ ജപ്പാനിൽ പോയപ്പോ തൊട്ട് സൺസ്ക്രീൻ മാത്രമല്ല നോക്ക്, ജപ്പാനിൽ പോയപ്പോ തൊട്ട് ഞാൻ ഒറ്റ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുള്ള ബയോവെയർ. അതിന്റെ പല പ്രോഡക്ട്സ് ഉപയോഗിക്കും. ഞാൻ ഇപ്പം ആ സൺസ്ക്രീൻ മാത്രം ഇട്ടിട്ടുള്ളൂ. നോക്ക്,
ഇത്രയും വെയിൽ കൊണ്ട് നടക്കുന്ന ഒരാളുടെ സ്കിൻ നോക്ക് പോവാറില്ലല്ലോ. ഞാനാ എന്താ പ്രിയ പറയുന്നത്? ഞാൻ ഫുൾ ടൈം വെയിലത്തെ വ്ളോഗിംഗ് അല്ല എന്റെ ജോലി, ഔട്ട്ഡോർ അല്ലേ. എന്നിട്ടും കണ്ട അതാണ്, മനസ്സ് നന്നായാ മതി. സൺസ്ക്രീനും ബാക്കിയൊക്കെ മനസ്സ് നന്നായാൽ മതിയല്ലോ. സൺസ്ക്രീൻ ഇടുന്നത് മനസ്സ് നന്നായാൽ മതിയല്ലോ. മനസ്സ് ആദ്യമേ നന്നാവണം, അതിന്റെ കൂടെ സാധനങ്ങൾ ഉപയോഗിക്കണം. നിർബന്ധമൊന്നുമില്ല, മനസ്സ് നന്നായാൽ മതി. അതിനാ കൂടെ ജപ്പാനിൽ ഞാൻ 400 രൂപയ്ക്കാ വാങ്ങിയത്, 10 എണ്ണം വാങ്ങി. ഇത് എന്റെ 10 എണ്ണത്തിന്റെ വില ഇതിന്റെ ഒരെണ്ണത്തിന് വരുന്നുണ്ട്, ഒന്നല്ല ഇതിന്റെ 2 എണ്ണത്തിന് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ജപ്പാൻ മതി. എനിക്ക് ആക്ച്വലി ജപ്പാനെ കണ്ടിപ്പോ ഇഷ്ടം ചൈനയാ. ചൈനീസ് ബ്രാൻഡ്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഒന്നുമില്ല, ചൈനയിൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടത്തേ ഇല്ല, ഭയങ്കര പാടാ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സൺസ്ക്രീൻ മതി. ഇപ്പൊ ബ്ലോഗ് നമ്മൾ ഇത് കാണിക്കാനാ വന്നത്. ജപ്പാൻകാരുടെ ചൈനക്കാരുടെ സ്കിൻ ആണോ നമ്മുടെ? ഇറ്റലിക്കാരുടെ സ്കിൻ ആണോ നമ്മുടെ? പോയി ഞാൻ സ്കോർ ചെയ്ത്. വേറെ ഒരു കാര്യം നോക്കാലോ, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. കൊറിയന്റെ കണ്ടില്ലല്ലോ, മറ്റേ കൊറിയൻ ബ്രാൻഡ് ചിലപ്പോ കാണില്ല. ഈ ബയോഡെർമയുടെ ബോഡി വാഷ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് നാട്ടില് 1100 കണ്ട. ഇവിടെ അതുണ്ടോ നോക്കാലോ. അപ്പൊ ഇത് എടുക്കാണ്. ഈ സാധനമാണ് ഞാൻ നാട്ടിൽ ഉപയോഗിക്കുന്നത്, ബയോഡെർമയുടെ ബോഡി വാഷ്. ഇവിടെ എത്രയാ? ഇവിടെ 75 ദിറം. നാട്ടിൽ 1200 1300 ഉള്ളൂ. സോ 75 into 20 1500 1700 1800 കണ്ട് വരുന്നുണ്ട്. ഇതപ്പോൾ നാട്ടിലെ ലാഭം കണ്ട. ഇത് ജപ്പാനിൽ ഭയങ്കര പോപ്പുലറാ. ഹഡ ലാബോ ടോക്കിയോ നല്ല പ്രൊഡക്ട്സാണ് ഇത്, ഹൈലറോണിക് ആസിഡ് ഒക്കെ. പക്ഷേ ഇത് ഞാൻ ജപ്പാനിൽ പോകുമ്പോൾ വാങ്ങിക്കോളാം. അത് വാങ്ങാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ജപ്പാനിൽ ഞാൻ പോവാണ്. ഞാൻ ഇതോട്ട് അങ്ങനെ ആകാൻ പോയാൽ സാധനം വാങ്ങാൻ ഞാൻ രാജ്യത്ത് പോകും. ഒന്ന് കറങ്ങാം, എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാമല്ലോ. ഇവിടെ ആൾക്കാർക്ക് വരുന്നത് വേർത്താണോ എന്ന് നോക്കാമല്ലോ. സോ ആദ്യമേ തന്നെ കുറെ പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് ഇവർക്ക് ഈ ആമസോണും ഗൂഗിളിലൊക്കെ വേറെ വില കുറഞ്ഞ് കിട്ടുമായിരിക്കും, പക്ഷെ അത് ഒറിജിനൽ ആണോ നമുക്ക് അറിയില്ലല്ലോ. ഇത് 100% പലതും ഇവിടുത്തെ ആമസോണിന്റെ കാര്യം പറഞ്ഞത്. ഇവിടത്തെ കുഴപ്പമുണ്ടാവും, പറയാൻ പറ്റില്ല. ദുബായ് ഭയങ്കര ഫേക്കിന്റെ മാർക്കറ്റാണ്. നാട്ടില് ഭയങ്കര പ്രോഡക്ട്സ്, ബ്യൂട്ടി പ്രോഡക്ട്സ്. സൺസ്ക്രീൻ ഞാൻ ഇതിനൊപ്പം യൂസ് ചെയ്തായിരുന്നു. ഓക്കെ, സോ ഇവിടെ അതെ എല്ലാ ടൈപ്പ് സൺസ്ക്രീൻസും അതുപോലത്തെ തന്നെ ഇതെല്ലാം സൺസ്ക്രീൻസിന്റെ ഏരിയ തന്നെയാണ്. പല കമ്പനിയുടെ സൺസ്ക്രീൻസ് ഉണ്ട്. നിവ്യ തൊട്ട് നമ്മുടെ യൂറോപ്യൻ നല്ലതാണ്, വിഷി നല്ലതാണ്. സൺസ്ക്രീൻസ് ഉണ്ട് മൊത്തം. മേടിച്ചു പോയി. ഇത് തന്നെ അതല്ലേ വേണ്ടേ? ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന അതെ പ്രിയ അവീനോന്റെ ബോഡി ലോഷൻ നോക്കാലോ. എത്രയാണ്? മോയ്സ്ചറൈസിംഗ് ലോഷൻ, പക്ഷെ അതും നാട്ടിലായിരിക്കും ചീപ്പ്. ഇതല്ലേ വാങ്ങിയത്? ഇവിടെയോ? ഇവിടെ ഈ സൈസല്ലേ വാങ്ങിയത്? ഇതിന് കറക്റ്റ് ഒരു 980 റുപ്പീസ് വരും. അവിടെ 1000 മേലെയോ? ഓ, അപ്പൊ ഇവിടെയല്ല നാട്ടില്. ഓക്കെ, അപ്പൊ എടുക്കട്ടെ. ഏത്? എടുക്കാം. സെറ്റാഫിലൊക്കെ നാട്ടിലാണ് ലാഭം, പക്ഷെ എല്ലാ പ്രൊഡക്ട്സും ഉണ്ട്. എനിക്കൊന്ന് UAE പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ കുറവായിരിക്കും. ഓൺലൈൻ നിങ്ങൾ നോക്കരുത്, റീറ്റെയിൽ പ്രൈസ്. ലോഷൻ, ബോഡി ലോഷൻ. ഇതിന്റെ ഷവർ ജെല്ലിന് buy one get one free. അതിന്റെ ആവശ്യമൊന്നുമില്ല, സാധാരണ നമുക്ക് ഷവർ ജെൽ പോലെ. ഈസ്റ്റിന്റെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. മനസ്സ് നന്നായാ പോരെ. ഇനിയിപ്പോ ഞാൻ എപ്പോഴും ഞാൻ ഇനി അതാ പറയാൻ പോണ. ദില്ലു എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അമ്മ പറയും മനസ്സ് നന്നായാ പോരെ, എന്തിനാ ഈ സാധനം വാങ്ങുന്നേ? ഒരിടയ്ക്ക് പ്രിയയുടെ വീക്ക്നെസ് ആയിരുന്നു, ഓർമ്മയുണ്ടോ? ഇത് മാത്രമേ ഉപയോഗിക്കുള്ളൂ, സോപ്പ്. എന്തായിരുന്നു അതാണെങ്കിൽ മറ്റേ പ്രിയയുടെ ഒരു 4 കുളി കഴിയുമ്പോഴേക്കും അത് മറ്റേ അലുത്ത് വേറെ സോപ്പിലേക്ക് ഒട്ടിപ്പിടിച്ച് ഇരിക്കേണ്ടി വരും. ആ ലെവലിലേക്കാവും. എന്നിട്ട് ആ സോപ്പ് കളയാൻ പറ്റാത്തതുകൊണ്ട് ഈ മെൽറ്റായ സോപ്പ് ഉണ്ടല്ലോ അതെടുത്ത് വേറെ സോപ്പിൽ ഒട്ടിച്ചു വെക്കും. എനിക്ക് ഡോ ഭയങ്കര ഇഷ്ടമാണ്. സ്കിൻ അധികം ഡ്രൈ ആവത്തില്ല ഡോ യൂസ് ചെയ്യുമ്പോൾ. ഇത് ഞാൻ തപ്പി നടക്കുമായിരുന്നേ, നമ്മുടെ സ്കിന്നിനൊന്നും കേടാവാതെ, ഒരു ഇറിറ്റേഷനും ഒന്നും വരാതെ, കെമിക്കൽ ഒന്നും ഇല്ലാത്ത ഒരു ബോഡി സ്പ്രേ. സോ ഇത് സെബാമേഡിൻ്റെ ഓബ്വിയസ്ലി എല്ലാവർക്കും അറിയാവുന്ന പോലെ സേഫ് ആയിരിക്കും. സോ ഇതെന്തായാലും ഒരെണ്ണം എടുക്കാം, സെബാമേഡിൻ്റെ ഫ്രഷ്. ഓർഡിനറിയോ? എന്ത് ഇവിടെ കിട്ടുമോ? ബ്രാൻഡോ? തപ്പട എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് ഒരെണ്ണം വേണമായിരുന്നു. എന്ത്
അത് എടുക്ക്. അങ്ങനെയെങ്കിലും ഇടയ്ക്ക് പുറമെങ്കിലും വൃത്തിയാക്കി കഴുകുക. അല്ലെങ്കിൽ വൃത്തിയോടെ കുളിക്കാത്ത ആളാ. നന്നായിട്ട് തേച്ച് കഴുകണ ആളാ. അറിയോ നന്നായിട്ട്. എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അതും ബൈ 1 get 1 ഫ്രീ. അപ്പൊ എനിക്കൊന്നും തിരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കാം. അതായത് എനിക്ക് കൈ എത്തുമായിരുന്നു പണ്ട്. ഇപ്പൊ എനിക്ക് കൈ ഇവിടെ ഇൻഫ്ലമേഷൻ ടൈറ്റ് ആയതുകൊണ്ടിട്ട് എനിക്കിപ്പോ കൈ പോകുന്നില്ല. അപ്പൊ ഇതൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. അവിടെ വെച്ച് ലാസ്റ്റ് ഇതെടുത്ത് പേതിന്റെ കൊടുത്തിട്ട് പറയും ചൊറിഞ്ഞു തരാ. അതേ നടക്കുള്ളൂ. നല്ല സുഖമുണ്ട്. ആ ചൊറിവടി കൊണ്ടുവന്നിട്ടില്ലേ? പിന്നെ അതില്ലാതെ ഞാൻ വരൂലല്ലോ. ഫ്ലൈറ്റ് പിടിച്ച് ഞാൻ കൊണ്ടുവന്നു. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോഡി വാഷ് ആണ്. നമ്മുടെ ഹൈ എൻഡ് സെവാമേഡ് അല്ലെങ്കിൽ സെറാവി, ബയോഡെർമ തൊട്ട് ഏറ്റവും നോർമൽ ആയിട്ടുള്ള ലൈഫ് ബോയ്, നിവ്യ, ലൈഫ് ബോയ്, ലക്സ്, ഡെറ്റോള്, ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എപ്സം സോൾട്ട് ഉണ്ട്. ദാറ്റ്സ് ലൈക്ക് മറ്റേ മഗ്നീഷ്യം പ്ലസ് മറ്റേ മെലറ്റോമിൻ, നമ്മൾ ഉറങ്ങാൻ വേണ്ടി കഴിക്കുന്ന മരുന്ന്, അത് ഇതിലുണ്ട്. ബോഡി വാഷ് അതുകൊണ്ട് ഉറങ്ങാനൊന്നും പോകുന്നു. ഇത് വെച്ച് തേച്ച് കുളിച്ച് അപ്പം ഉറങ്ങും. ബാത്റൂമിൽ കാണുന്ന ഉറങ്ങി പോവും. വേഗം ടവലൊക്കെ തോർത്തു. അതല്ല, കുളിച്ചോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഒരാള് ടവല് കൊണ്ട് ഒരാള് കുളിച്ചോണ്ടിരിക്കുമ്പോ വെളിയിലെ ടവലായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഉറങ്ങിപ്പോവാതിരിക്കാൻ. എന്നിട്ട് നേരെ പിടിച്ച് കട്ടിലിൽ കിടത്തി അപ്പൊ ഉറങ്ങും അല്ലേ? കാണണോ എനിക്ക് കുളിച്ചോണ്ടിരിക്കുമ്പോ ഉറങ്ങണത്. സപ്ലിമെന്റ്സ്, ഇവിടെ സപ്ലിമെന്റ്സിന്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അവിടെ നോക്കാം. ഇത് വെച്ചിരിക്കല്ലോ, സപ്ലിമെന്റ്സ് ഏരിയയിലേക്ക് ഞാൻ പോയി കാണിച്ചു തരാം. കൊള്ളാലോ. നൈറ്റ് പീല്, അതെന്താവോ? അതൊരു സെറമായിരിക്കും. അതില് പീലിന്റെ എഫക്ട് കാണുമായിരിക്കും. രാവിലെ എഴുന്നേക്കുമ്പോഴേക്കും മറ്റേ തൊലിയൊക്കെ ഉരിഞ്ഞ സൈഡിൽ കിടക്കുവോ? അതെ, തൊലി ഉരിച്ചിട്ട് നമ്മള് പാമ്പ് തൊലി ഇങ്ങനെ ഉരിച്ചിട്ടിട്ട് പോകില്ല, അതുപോലെ ദില്ലു എണീക്കുമ്പോ ദില്ലുന്റെ ബോഡിയുടെ തൊലി അപ്പുറത്തെ സൈഡിൽ കാണും. പ്രോപ്പർ ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് ഉണ്ട് കേട്ടോ പ്രിയ. ബാക്കില് മറ്റേ എനിക്കൊന്നും അത് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് പോലത്തെ സ്ഥലങ്ങളായിരിക്കും സ്കിന്നുള്ളത്. പിന്നെ ബാക്കി സ്ട്രെപ്സിൽസും ഒട്രോവിൻ അങ്ങനത്തെ എല്ലാം ഉണ്ടല്ലോ ഇവിടെ. നല്ല ഷോപ്പാട്ടാ. അത് കിട്ടില്ല. അത് നമ്മുടെ മറ്റേ അവിടെ കിട്ടുന്നത് കൊളാജൻ, ബ്യൂട്ടി കൊളാജൻ. ബ്യൂട്ടി എവിടെ കൊണ്ട് ഒളിപ്പിക്കുന്ന ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ടാബ്ലറ്റ്സ് വരുന്നത്. എന്ത് ചെയ്യാനാ? എനിക്ക് കൊളാജൻ ആക്ച്വലി ഇതാ ഇഷ്ടം. പക്ഷെ മിനിമം ഒരു 10,000 mg എങ്കിലും വേണം. ഇതെല്ലാം കണ്ട 2000-2500 mg ഒക്കെ ഉള്ളൂ കൊളാജൻ. എന്തോരം സപ്ലിമെന്റ്സ് അല്ലേ? അയ്യോ, ഇതൊക്കെ നല്ല ഹെയർ, സ്കിൻ ആൻഡ് നെയിൽസ് ഗമ്മീസ്. ഏതോ ഗമ്മി ബേസ് ആണ്. വാങ്ങിച്ചാലോ ഒരെണ്ണം? എന്ത് മിഠായി കഴിക്കാനല്ലേ? വെറുതെ ഇങ്ങനെ. ആപ്പിൾ സൈഡർ, മറ്റേ ഇത് ജെല്ലി മാരി വാങ്ങിക്കൊണ്ടിരിക്കുക. മെറൈൻ കൊളാജൻ. പക്ഷെ ഇതിന്റെ ഒക്കെ പ്രശ്നം നോക്കിക്കോ, ഇതിലൊക്കെ ഇത് കുറവായിരിക്കും കൊളാജൻ കണ്ടന്റ്. നോക്കിക്കോ, ഇതിന്റെ കൊളാജൻ എത്രയുണ്ട്? 700 mg ഉള്ളൂ. മിനിമം നമുക്കൊരു 10,000 mg വേണം. 10,000 ഒന്നും വേണ്ട, 1000 mg മതി. 1000 mg പോരെ പ്രിയ കൊളാജനോ? മിനിമം. അവീനിന്റെ തേർമൽ സ്പ്രേ. ചുമ്മാ ഈ നെറ്റി കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി മുഖത്തേക്ക് അടിക്കല്ല കേട്ടാ. അവീൻ നല്ല പ്രോഡക്റ്റാ. ഇത് എന്തിനാ ഇത്? അതായത് നമുക്ക് ചൂടുള്ള സമയത്തൊക്കെ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും അവിടെ ഇവിടെ ഒക്കെ പോവാണ്, ഭയങ്കര ചൂടുള്ള സ്ഥലത്ത് പോവാണ്, ഇടയ്ക്കിടയ്ക്ക് തേർമൽ സ്പ്രേ മുഖത്തടിക്കുന്നത് ഒരു ഫ്രഷ്നെസ് കിട്ടും. പിന്നെ സൺസ്ക്രീൻ എടുത്ത് ഇടണ്ടേ? അതിന് പിന്നെ ചൂടെടുക്കുമ്പോ എടുത്ത് അടിക്കണ്ടേ? അതിന് പിന്നെ സൺസ്ക്രീൻ ഇടണ്ടേ? ഇത്രയും കഷ്ടപ്പെടണോ? എവിടെ ബോധം മിണ്ടാണ്ടിരുന്നാ മതി. അത് ചെയ്താ മതി, ഞാൻ പോയിക്കോളാം. ഓ, ഇവിടെ ബാക്കിയുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്രിയ. ഇത് കൊള്ളാലോ. പ്രോട്ടീൻ ബോൾസ്. എനിക്ക് പ്രോട്ടീൻ പൗഡർ വാങ്ങണം. പ്രോട്ടീൻ അത് നാട്ടിൽ നിന്ന് വാങ്ങുന്നത് നല്ലത്. രൺവീർ സിംഗിന്റെ പ്രോട്ടീൻ ബാർ കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റ്. അത് സൂപ്പർ യു എന്ന് പറഞ്ഞു, നല്ല ടേസ്റ്റാ. വേളപ്പാരി പിന്നെ ഞാൻ ഓടിച്ചാടി നടക്കേണ്ടി വരും, ഭയങ്കര എനർജി ആയിരിക്കും. അത്ര എനർജി വേണ്ട. പിന്നെ എല്ലാ രീതിയിലുള്ള പ്രോട്ടീൻ പൗഡേഴ്സ്, പ്രോട്ടീൻ ബാർസ്. ഏത് ഇങ്ങനത്തെയാ? അതായത് മിൽക്ക് ഷേക്ക് മാതിരി അടിച്ചു കുടിക്കാൻ പ്രോട്ടീൻ ബാർസ് ഉണ്ട്. അതെ, ഗ്യാസിന്റെ ഗുളിക കഴിച്ചോ? അതെന്തായാലും എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമൊന്നുമില്ല. ഫുൾ ടൈം ഗ്യാസാ. വേണമെങ്കിൽ എടുത്ത് കുടിച്ചോ. ഹെയർ പ്രോഡക്ട്സ് തന്നെ നോക്ക്. കേളിന്റെ, സ്ട്രെയിറ്റ് ഹെയറിന്റെ, മറ്റേ കെരാറ്റിൻ ട്രീറ്റ്മെന്റ്, ബയോട്ടിൻ ബൂസ്റ്റ്, ഡ്രൈ ഷാംപൂ, തിക്കനിങ് ഡ്രൈ ഷാംപൂ,
ഈ കുട്ടികളുടെ ഒരു ഡ്രൈ ഷാമ്പു ഉണ്ടെങ്കിൽ ഒരെണ്ണം നോക്കണേ. സീഡ്സിന്റെ വോളിമൈസിംഗ് ഡ്രൈ ഷാമ്പു, കോക്കനട്ട് ഓയിൽ ഡ്രൈ ഷാമ്പു. അത് കൊള്ളാലോ. അത് എങ്ങനെയാ ഡ്രൈ ഷാമ്പു? അല്ല ഫിനോ ഞാൻ വാങ്ങി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലല്ലോ അല്ലേ? ഞാനത് വെച്ച് വേദുവിന് വാങ്ങിച്ചാണ്. പ്രിയ അന്ന് ഫ്രണ്ട് ഓഫ് യു ലൈവ് ആൻഡ് ബോട്ട് ഫോർ യു നോ. പിന്നെ പ്രഷർ മോണിറ്റർ മൂവ് നമ്മുടെ നാട്ടിലത്തെ സാധനമല്ലേ. സോ യു ഹാവ് ഓൾ ഫാർമസി ആൻഡ് കോസ്മെറ്റിക് റിലേറ്റഡ് നമ്മുടെ ഈ മറ്റേ ടെമ്പറേച്ചർ നോക്കുന്ന സാധനം വാങ്ങായിരുന്നു. തെർമോമീറ്റർ അത് നാട്ടിൽ നിന്ന് വാങ്ങാം. വാറണ്ടി ഒക്കെ പിന്നെ പ്രശ്നമായിരിക്കും. ഇത് വേണോ എനിക്ക് ഫുഡ് സ്പ്രേ. അതില്ലാതെ എനിക്ക് ജീവിതം. ജഫറിന് തുറണം വാങ്ങിയായിരുന്നു. ഓ ഇത് ഭയങ്കര ചീപ്പാട്ടാ. ഇത് ഞങ്ങള് അവിടെ നിന്ന് വാങ്ങി, മലേഷ്യ കണ്ട്. ഇന്ന് 2 ഇരട്ടി പ്രൈസിനാ വാങ്ങിയ. കാലിലിടുന്ന സ്പ്രേയും പൗഡറൊക്കെ നല്ല സാധനം. അത് എനിക്ക് എന്തായാലും വേണോ. ഇത് ഒരു 4 എണ്ണം എടുത്തോ. യു നോ ഓൾവേസ് ഐ യൂസ് ദിസ്. എനിക്ക് ഭയങ്കര ഹൈജീൻ ഇമ്പോർട്ടന്റ് പ്രിയ. ഐ എം നോട്ട് ലൈക്ക് യു. അതല്ല, കുളിക്കാത്തവരാണ് ഇതൊക്കെ ഒന്നുമില്ല. ഞാൻ കുളിക്കും ചെയ്യും. കുളിക്കുന്നവർക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഡെയിലി ഞാൻ കുളിക്കും. ഞാനാണ് പ്രിയനെ കാട്ടി കൂടുതൽ പെഡിക്യൂർ ചെയ്യുന്നത്. എനിക്ക് കുട്ടികൾ പ്രൊഡക്ട്സിന്റെ ഏരിയ വരുമ്പോ ഉണ്ടല്ലോ ടെൻഷനാണ്. എന്തോ എക്സ്പെൻസീവ് ആണ്. എന്ത് പൈസയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അല്ലേ. എവറിത്തിങ്. ഇത് ഇലക്ട്രിക് ബ്രഷാ. 3+ ഇയേഴ്സ്. അപ്പോൾ വേദുവിന് വലുത് കാണും. വേദുവിന് ഉപയോഗിക്കാൻ ഇനി തൊട്ട് 3+ അല്ലേ. കുഴപ്പമില്ല. പക്ഷെ ഇലക്ട്രിക് ബ്രഷാ വേദുവിന് വേണമെന്ന് പറഞ്ഞ ഇലക്ട്രിക് ബ്രഷ്. പല പെർഫ്യൂംസും ഉണ്ട്. പെർഫ്യൂംസ് ആക്ച്വലി ഞാൻ കണ്ടതിൽ ബാക്കിയുള്ള ഷോപ്പിനൊക്കെ കാട്ടി വില കുറവാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതാ നോക്കുന്നത്. ഇതെനിക്കൊരു വാങ്ങണം എന്നാണ്. എനിക്കല്ല പ്രിയക്ക് വാങ്ങിക്കൊടുക്കണം എന്നുണ്ട്. വയസിൽ ലിബ്രയുടെ പെർഫ്യൂം കേട്ടോ. യൂഡി പെർഫ്യൂം ഉണ്ട്, യൂഡി ടോയ്ലറ്റ് ഉണ്ട്. പക്ഷെ പെർഫ്യൂം നല്ല മണമാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. സോ ദാറ്റ് എല്ലായിടത്തും ഒരു 400 ഒക്കെ കണ്ട്. ഇവിടെ 342 ഉള്ളൂ. ആൻഡ് ദേ ഹാവ് ഓൾമോസ്റ്റ് ഓൾ ദ ബ്രാൻഡ്സ്. ഇത് 1 മില്യൺ, ടിഫനി, ദേ ഹാവ് ഓൾ ദ ബ്രാൻഡ്സ് ഹിയർ. അത്യാവശ്യം റേറ്റും കുറവാണ്. സോ പെർഫ്യൂംസും ഇഷ്ടമാതിരി ഓപ്ഷൻ ഉണ്ട്. പക്ഷേ പെർഫ്യൂംസിന് ഞാൻ വേറൊരു കടയിലും കൂടെ പോകുന്നുണ്ട്. അവിടെയും കൂടെ നോക്കണം. കിലിയനൊക്കെ ഉണ്ട് കേട്ടോ. ഏഞ്ചൽ ഷെയർ വെരി പോപ്പുലർ. എല്ലാം ഉണ്ട് കേട്ടോ. സുവാജ് ഉണ്ട്, ഡിയോറിൻ്റെ സുവാജ് ഉണ്ട്, വയസലിൻ്റെ എല്ലാ കളക്ഷൻസും ഉണ്ട്, കാർട്ടിയർ ഉണ്ട്, അല്യൂർ ഉണ്ട്, ഷാനലിൻ്റെ എല്ലാം ഉണ്ട്, അവെൻറ്റസ് ഉണ്ട്. എല്ലാം ഉണ്ട്. ബട്ട് ഓൾ ദീസ് വിൽ ബി ഗ്യാരണ്ടീഡ് ഒറിജിനൽ. കൂച്ചി ഗിൽറ്റി ഉണ്ട്. നൈസ്. എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട്. ഷോപ്പ് നല്ല ഡിസ്കവറി ആയിരുന്നില്ല എൻ്റെ. ദുബായ്ക്കാർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കില്ലേ. പിന്നെ ദുബായ്ക്കാർക്ക് മാത്രമല്ല നാട്ടുകാർക്ക്. ഇനിയും ഇതുപോലത്തെ ഒരു ഷോപ്പും കൂടെ ഉണ്ട് ദേറയിൽ. ആണോ? അതും കൂടെ കാണിച്ചു തരാം. ഇത് രണ്ടുമാണ് ഞാൻ നോക്കിയിട്ട് ഒറിജിനൽ സാധനങ്ങൾ വിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഡിസ്കൗണ്ട് ഒന്നും അല്ല, എന്നാലും ഓപ്ഷൻസ്. ഫ്രണ്ട്സായി കിട്ടി. പിന്നെ എനിക്ക് മറ്റേ സ്കൂളിന്റെ ഫുഡ് സ്പ്രേ കിട്ടിയില്ലേ. എനിക്കാണ് ഏറ്റവും നല്ല മണം. സ്കിൻ നോക്ക് എന്റെ എടുക്ക് ബില്ല്. അപ്പൊ ഞാൻ ഞങ്ങളുടെ കോസ്മെറ്റിക് ഹോളൊക്കെ പിന്നെ നാട്ടിലെത്തിയിട്ട് കാണിക്കാവേ. സമയമില്ല, കുറച്ചധികം സാധനങ്ങളുണ്ട്. എടുത്തോ, ബില്ല് ചെയ്തോ, അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ബാറ്ററി ഫണ്ട് ഇല്ല, കുഴപ്പമില്ല. കുറേ സാധനങ്ങളൊക്കെ വാങ്ങി സ്കൂട്ടർ പെട്ടി ഉള്ളത് കൊണ്ട് എല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ടു. അടുത്ത ഷോപ്പിങ്ങിലേക്ക് പോവാം. അതെ, കുറേ പൈസ എല്ലാം അമ്മയുടെ ഇല്ല. ദുബായ് തന്നെ താമസിക്കേണ്ടി വരും നമ്മള്. അതുകൊണ്ട് നമ്മൾ അടുത്ത കടയിൽ പോയി കുറച്ചും കൂടെ വാങ്ങാൻ പോവാം. എന്തായാലും ദുബായിൽ സ്റ്റക്കാ. ഇവിടുന്ന് തന്നെ നമുക്ക് ഞാൻ ആരെയും പറഞ്ഞു വന്നത്, വണ്ടി ഉള്ളത് എന്തൊരു സൗകര്യമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ നടക്കാൻ മടി, അപ്പോൾ ടാക്സി പൈസ ലാഭിക്കാം. 2 എണ്ണം വാങ്ങിയാ അല്ലേ. ഒരു മാസത്തേക്ക് ട്രിപ്പില് ഒരു ടാക്സി പൈസയുടെ പൈസ ആവുള്ളൂ ഇങ്ങനത്തെ 2 വണ്ടിക്ക്. എനിക്ക് ഒരെണ്ണം വാങ്ങാം. ചൈനയിൽ പോകുമ്പോ വാങ്ങാം. ചൈന ബ്രാൻഡ് ഇത്. അമ്മയ്ക്കാണ് മടി. വേദൂര് പിന്നെ ഇടയ്ക്ക് ഒരു ഫണ്ടിന് വേണ്ടി ഓടിക്കുന്നതാ. എന്തായാലും നമുക്ക് ചൈന പോകുമ്പോൾ ഒരെണ്ണം കൂടെ വാങ്ങാം. അപ്പം അത്യാവശ്യമൊന്നും അല്ല, മടിയന്മാർക്ക് നല്ലതാ. പക്ഷെ അത് മടിയല്ല, വേറൊരു കാര്യം. അത് പയ്യെ പറയാം. കംപ്ലീറ്റ് നല്ല വൈബാട്ടോ. എനിക്കൊന്ന് ഇഫ്താറൊക്കെ തുടങ്ങാൻ പോകുന്നതുകൊണ്ടായിരിക്കും. ഇവിടെ മാർക്കറ്റ് പോലെയൊക്കെയാന്ന് തോന്നുന്നു. പറ്റുമെങ്കിൽ ഇവിടെ അടുത്തുണ്ടല്ലോ ഒരു കറാമയിലെ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട്. അതൊന്ന് പോയി അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. ഭയങ്കര വൈബ്. എനിക്കത് ദുബായിൽ ഏറ്റവും വൈബുള്ളത് നമ്മുടെ മലയാളികളുടെ കറാമ ഏരിയയിലാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് 40 റെസ്റ്റോറൻറ്റോളം സ്ട്രീറ്റ് ഫുഡ് ഇട്ട് അതുപോലെ തന്നെ എന്തോ പരിപാടികളൊക്കെ നടത്തി. അതെന്തായാലും പിന്നെ നമ്മൾ പോയി കാണണ്ടേ. പറ്റുമെങ്കിൽ നാളെ അങ്ങോട്ട് പോവാം. നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും ഇതെന്താ ഫേമസ് റെസ്റ്റോറൻറ്റുകളാണിത്. എനിക്ക് സത്യം പറഞ്ഞാൽ ദുബായിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സും ഇങ്ങനത്തെ എന്താ പറയുന്നത് ഇവിടുത്തെ ഇപ്പം ട്രെൻഡിങ് സ്ഥലങ്ങളൊന്നും.
ഇത് ആറൂസ് ഡമാസ്കസ് റെസ്റ്റോറൻറ്റ്. ലുക്സ് അമേസിങ്. അപ്പുറത്ത് മിസ്റ്റർ കുനാഫ. നല്ല ഏരിയ ആണല്ലോ ദേറ. ഞാൻ വെച്ചാൽ ഭയങ്കര ഒരു ഡേർട്ടി ഏരിയ ആയിരിക്കുന്നു ദേറ. ലൈക്ക് ഹൈജീനൊക്കെ മോശമായിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ നടന്നതിലൊക്കെ അടിപൊളി ക്ലീനാണ് ദേറ. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, നാടൻ ഫുഡുകളുണ്ട്, നാടൻ ഫുഡിൻ്റെ സ്ഥലങ്ങളുണ്ട്. ഇൻ്റർനാഷണൽ ഇറ്ററീസ് ഒക്കെ കുറവാണ് ദേറ. സിറ്റി സെൻറ്റർ നല്ല മോളാണ്. നല്ല ഏരിയ ദേറ. എൻ്റെ സൈഡിൽ കുനാഫ മാത്രം വിൽക്കുന്ന കട. ഞാൻ കഴിക്കാൻ പോവാം. എനിക്ക് ഈ കളർ കുനാഫ ഇതായിരുന്നു ഞാൻ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന കുനാഫ. ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടില്ല. ഇതായിരുന്നു ഞാൻ കുവൈറ്റിൽ കഴിച്ചുകൊണ്ടിരുന്ന കുനാഫ, അല്ലാതെ ഇതല്ലായിരുന്നു. ഏതോ ഒരു റാൻഡം കുനാഫ. ഞാൻ സാധാരണ ഈ റിവ്യൂ ഇല്ലാതെ പോയി കാണാതെ അല്ലെങ്കിൽ വായിക്കാതെ പോയി കഴിക്കുന്ന കുറവാണ്. ഇത് നല്ല ചീസിയാണ്. നോക്കട്ടെ. ഓ പക്ക കുവൈറ്റ് കുനാഫ. പക്ക കുവൈറ്റ്. എന്താ എന്നെ പറയണ്ടേ, ഒരു ഭയങ്കര മറ്റേ എനിക്കൊന്നും ഭയങ്കര ക്വാളിറ്റി, അങ്ങനെ റോസ് സാഫ്രൺ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ചീസിയാണ്, നല്ല ക്രിസ്പിയാണ്, നല്ല സ്വീറ്റാണ്, അത്യാവശ്യം സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ഇൻ്റലിജൻസ് അല്ല ഇൻ്റലിജൻസ്. നമുക്ക് കുട്ടിക്കാലത്ത് ചിലപ്പോൾ ചില ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡോ അല്ലെങ്കിൽ ഭയങ്കര റിഫൈൻഡ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതാണിത്. ഇതാണ് അടുത്ത സ്ഥലമേ. ഇത് കണ്ട ഭയങ്കര ചെറുതാന്ന് തോന്നുമല്ലോ. താങ്ക് യു. പക്ഷേ ഇതിൻ്റെ പേരാണ് ഇമ്പൾസ് വെയർ ഹൗസ്. സോ എന്തൊക്കെയോ ഭയങ്കര ഡിസ്കൗണ്ട്സ്, കുറച്ച് പെർഫ്യൂംസ്, കോസ്മെറ്റിക്സ്, വാച്ചസ്, സൺഗ്ലാസസ്, ലഗേജസ്, ബാഗ്സ്, ഇത്രയും സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഉള്ള ഒരു സ്ഥലമെന്ന് തോന്നുന്നു. അതിൽ കയറി ചെക്കൗട്ട് ചെയ്യാം. ഇവിടെ എൻ്റെ വീക്ക്നെസ് ആവുന്ന സ്ഥലമാണ്. പെർഫ്യൂംസ് അത്യാവശ്യം ഭയങ്കര വലിയ ബ്രാൻഡ്സ് എല്ലാം തോന്നുന്നു, എന്നാൽ ഒരുവിധം ബ്രാൻഡ്സിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. പെട്ടികൾ, ബാഗ്സ് എന്തൊക്കെ ഉള്ളതെന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. ഇതിപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിട്ടാ. ഏകദേശം ഒരു 100-200 റിവ്യൂസും വന്നിട്ട് 5 സ്റ്റാർ കിട്ടിയിരിക്കുന്ന ആ കൂടെ ഒരു കട കണ്ടിരിക്കുന്ന ഇതാ. ഡമ്പലല്ല അത്, പെർഫ്യൂം. അത് കൊള്ളാം. 1600-1700 രൂപയ്ക്കേ ഉള്ളൂ. കൂൾ വാട്ടർ ഞാൻ അടുത്തു. ഓ പക്ഷെ ബിഗ്ഗാ മോന്, കുറച്ച് വലുതാടാ. ഇത് വലുതാന്ന് നോക്കാം, നമുക്ക് നോക്കാം. ആക്ച്വലി ന്യൂ ഫേവറേറ്റ്സ് ഇതുപോലത്തെ മിഡിൽ ഈസ്റ്റേൺ ബ്രാൻഡ്സ് ആണ്. ഒറിജിനലിൻ്റെ അത്രയും തന്നെ ഏകദേശം ഒരു സെൻറ്റ് പ്രൊഫൈൽ കിട്ടും, പക്ഷേ നന്നായി ലാസ്റ്റും ചെയ്യും. ഭയങ്കര റേറ്റ് കുറവ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന 2-3 കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ക്ലബ് ഡെ ന്യൂറ്റ്. ഇത് അവാൻറ്റസ് ക്രീഡ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂമിൻ്റെ, അതൊരു 30,000 രൂപ വരുന്നത്. അതിൻ്റെ ഒരു ക്ലോണാണ് അർമാഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ഈ പെർഫ്യൂമുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഒരു ചോക്ലേറ്റി നല്ല ഒരു റിച്ച് സ്മെല്ല് വേണമെങ്കിൽ ഇത് കാവയും ഉപയോഗിക്കുന്നുണ്ട്, ലത്താഫയും ഉപയോഗിക്കുന്നുണ്ട്. ഇത് ലത്താഫ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നല്ല നല്ല പെർഫ്യൂംസ് ആണ്. എനിക്കൊന്ന് ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ പറയട്ടെ. ഈ മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂംസൊക്കെ നമ്മൾ ഒരു തവണ പൊട്ടിച്ചിട്ട് അടിച്ചിട്ട് ഒരു 2-3 സ്പ്രേ അടിക്കുക. അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് തിരിച്ച് ബോക്സിനകത്ത് ഇട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് നോക്കിക്കുക. നമ്മൾ ആദ്യമേ അടിച്ചതിനെ കാട്ടി നല്ലൊരു റിഫൈൻഡ് സ്മെല്ലും ആയിരിക്കും. ഭയങ്കരമായിട്ട് ഡിഫറൻസ് വരും ലാസ്റ്റിങ്ങിനൊക്കെ. കൊള്ളാമല്ലേ ഓഫേഴ്സ് പെർഫ്യൂംസ്? എനിക്ക് ഒന്നിൻ്റെ മണം ഇപ്പോൾ അറിയാൻ പറ്റും. നമ്മളൊരു 5-6 എടുത്തു എല്ലാവർക്കും കൊടുക്കാനൊക്കെ ആയിട്ട്. ഡാഡി, മമ്മി, അമ്മ എല്ലാവർക്കും കൊടുക്കാനായിട്ട് പെർഫ്യൂംസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കാസിയോ വാച്ചൊക്കെ 49-ന് കൊള്ളാമല്ലോ. 1000 രൂപ അല്ല, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല ഒന്നും. ഈ 2 ഷോപ്പും ഫുൾ ഒറിജിനലാ. അത് ഏതാന്ന് ചോദിക്കാം. ഇത് നോക്ക്, ഇതാണ് കാസിയോ വിത്ത് വാറണ്ടിയാ 1 year. ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാ. Nice, no? Even in metal, we have 50% discount. Okay, let me check. Starting price like 99. Okay. Yeah. Casio watches ഒക്കെ 2 years വാറണ്ടി വിത്ത് ബില്ലും എല്ലാം അവർ തരുവേ. ഇതിനൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 3000 രൂപയൊക്കെ വരുന്നുള്ളൂ. 3000-3500 രൂപയൊക്കെ. നല്ല നല്ല വാച്ചസ് ഉണ്ട് കാസിയോടെ. കൊള്ളാമല്ലോ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്.
ഇവരങ്ങനെയാണ്, ഞാൻ കുറെ ചെക്ക് ചെയ്താ പറയാ. ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കില്ല. ഞാൻ വാങ്ങിയ കുറച്ചുപേരോട് സംസാരിച്ചു. ഷോപ്പ് കണ്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ, ബ്രാൻഡഡ് ആയിട്ട്. അതല്ല, ഇങ്ങനെ അറേഞ്ച്മെന്റ്സും ഉണ്ടാ. ഇവർക്ക് കുറെ ബ്രാഞ്ചും ഉണ്ട്. ഇവിടെ മാത്രമല്ല, അബുദാബി അജ്മാന് അവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ കണ്ടി ബ്രാൻഡ്സ് ഒന്നും അങ്ങനെ ബ്രാൻഡഡ് ബ്രാൻഡ്സ് ഒന്നും അല്ല. അവരങ്ങനെ ഫേക്ക് അങ്ങനെ വിൽക്കുന്നൊന്നുമില്ല. ബ്രാൻഡഡ് ബ്രാൻഡ്സ് ചെയ്താൽ കണ്ടേ ഒന്നും കണ്ടില്ലല്ലോ. ഗ്ലാസസും ടോം ഫോർഡ് വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ ലിമിറ്റഡ് കളക്ഷൻസ് ആണ്. പക്ഷെ ടോം ഫോർഡ് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട്. പക്ഷെ കേട്ട് അത്രയും വെച്ച് ഒറിജിനലാണ്. എല്ലാം 50%. സോ ടോം ഫോർഡൊക്കെ ഒരു 500 ദിറംസ്, ജെന്റിൽ മോൺസ്റ്റർ ഒരു 450 470, അതുപോലെ തന്നെ വേറെ ഗൂച്ചി, റേബാൻ എല്ലാം ഉണ്ട് ഒരു 300 350 ആ റേഞ്ചിലൊക്കെ. സോ ഐ ഡോണ്ട് നോ, ക്രേസി കളക്ഷൻസ് ആണ്. ആൻഡ് ദേ ആർ ഒത്തൻറ്റിക്. ഇറ്റ്സ് അമേസിങ്. എൻ്റെ ഒരു അറിവ് വെച്ച് ഇതെല്ലാം ഒത്തൻറ്റിക് സാധനങ്ങളാണ്. ഒന്നും ബ്രാൻഡഡ് അല്ല. പക്ഷേ ഈ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ആയിട്ടുണ്ട്. ഉണ്ടോ? കൊറേ സാധനങ്ങൾ കയറും. അതെ, സ്പേസ് ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ കോംബോ വെക്കാം, സ്ക്രീൻ വെക്കാം. ഇത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. കാർഡ് വെക്കാം, 2 ഫോൺ വെക്കാം. അതെ, എനിക്ക് വരെ ഒരു ഫോണേ ഉള്ളൂ, വ്ളോഗറായി എനിക്ക്. ഓഫീസ് ഫോൺ, എന്റെ പേഴ്സണൽ, പിന്നെ ഒന്ന് വേറെ എന്റർടൈൻ ചെയ്യാൻ. 3 ഫോൺ. എത്രയാ ചോദിക്ക് പ്രിയ? ഒന്നും റേറ്റ് ചോദിക്കില്ല കേട്ടാ. അത് തന്നെയാ നല്ലത്. എനിക്ക് അങ്ങനെയല്ല, ഞാൻ ആദ്യം ഇഷ്ടമായത് ഞാൻ എടുക്കും, എന്നിട്ട് ഞാൻ ലാസ്റ്റ് അതിന്റെ പ്രൈസ് നോക്കും. എന്നിട്ട് ആ പ്രൈസ് വർത്ത് ആണോ അതൊന്നും നോക്കില്ല, വെറുതെ വാങ്ങും. അത് തന്നെയാ പറയാ, അതാ നല്ലത്. അത് ഇത് നോക്ക്, 50-53 കാണ്ടേ ഉള്ളു കേട്ടോ ഈ ബാഗിന്. നല്ല ബാഗ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടാ. അതിന്റെ കൂടെ ഉള്ളത് കാണിക്കും. ഇത് കണ്ടോ, ഇത് സൺഗ്ലാസ് ഇടുന്ന പൗച്ച്. അത് നമുക്ക് വെളിയിൽ ക്ലിപ്പും ചെയ്തിടാം. ഇതിനകത്ത് സൺഗ്ലാസ് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്തിടാം. ഫുൾ സെറ്റ് ആണല്ലോ, അടിപൊളി കേട്ടാ. എന്തായാലും എടുത്തോ. അതേ വന്നു. വാങ്ങിക്കാം. ഒരു മിനിമം ഒരു 10 പെർഫ്യൂം വാങ്ങാതെ പോണ്ട. ഇതെന്താ കയ്യിലൊക്കെ? പിന്നെ സെറ്റായില്ലെല്ലാം. ഇന്നത്തേക്കായല്ല ഫുൾ ഷോപ്പിംഗ്. ഞാൻ കണ്ടു നിങ്ങളുടെ അച്ഛൻ ഒരു 10 പെർഫ്യൂം എടുക്കുന്നത്. വേറെ കാര്യം അറിയോ, അമ്മയ്ക്കും മോൾക്കും പെർഫ്യൂം അലർജിയാ. മണക്കാനും പോലും പറ്റില്ല. ദീക്കൊന്നും മണക്കാൻ പറ്റില്ല, എനിക്കറിയാം. പിന്നെ അത്ര ഒട്ടും പറ്റില്ല. ഇപ്പൊ മറ്റേ ദിയനെ കിഡ്നാപ്പ് ചെയ്യണമെങ്കിലുണ്ടല്ലോ, ഇത് അത്ര മണപ്പിച്ച അപ്പൊ തലറങ്ങി വീഴും, എന്നിട്ട് എടുത്തോണ്ട് പോവാ. വേദുവിനൊക്കെ മണക്കാം. വേദുവിന് ഒരു കുഴപ്പമില്ല, അലർജി ഒന്നുമില്ല. വേദുവിന് അലർജി അല്ല, വേദുവിന് അലർജി ഇല്ല, അതാ. അപ്പോൾ വിടാലോ ഇന്നത്തെ. തിരിച്ചു പോയി പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ടൈപ്പ് ഷോപ്പിംഗ് ഉണ്ട്. റേറ്റ് കൂടില്ല, എയർ അറേബ്യ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇതിപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ഷോപ്പിംഗ് ആയിരുന്നല്ല, ഇനി നമുക്ക് മറ്റേ 1 ദിറം ഷോപ്പിംഗ് ഒന്ന് പോയി ചെക്ക് ചെയ്യണം. കാണാൻ രസമായിരിക്കും ആൾക്കാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ വേറൊരു വ്ളോഗ് 1 to 15 എല്ലാം വാങ്ങിയിടും. രസമായിരിക്കും, പോവാം. സോ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ. ഈ 2 ലൊക്കേഷനും ബൈ ബൈ ബൈ. ഇടിക്കൊന്നും വേണ്ട, പോ. കണ്ട